ദുബായ് മെട്രോയിൽ ഇരുന്നിട്ട് അറിയാതൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണോ? അത് പ്രശ്നമാണ്. നല്ല ഫൈൻ തന്നെ കിട്ടും. ചില കാര്യങ്ങൾ RTA വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ്. ദുബായ് മെട്രോയിൽ ഇരുന്ന് ഉറങ്ങുക, സീറ്റിൽ കാല് കയറ്റി വെച്ചിരിക്കുക, അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുക തുടങ്ങിയവ ചെയ്തിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള കനത്ത പിഴ തന്നെ ലഭിക്കും എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ പറയാനുള്ള ഒരു കാരണം, മെട്രോയുടെ ഇന്റർസെക്ഷനുകളിൽ, അതായത് രണ്ട് കമ്പാർട്ട്മെന്റുകൾക്ക് ഇടയിലുള്ള സ്ഥലങ്ങളിൽ പല ആളുകളും ഇരിക്കുക, മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുകയും ചില ആളുകൾ പരാതി പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് RTA ഇക്കാര്യം എടുത്തു പറയുന്നത്. ഈ കാര്യങ്ങൾ കർശനമായിട്ട് നിരോധിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 ദിർഹം മുതൽ 300 ദിർഹം വരെയാണ് ഫൈനായിട്ട് ലഭിക്കുക. ഇപ്പോൾ ഈവനിങ് വൈകുന്നേര സമയങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം, നല്ല തിരക്കായിരിക്കും, അത്യാവശ്യം നല്ല രീതിയിൽ തിങ്ങി ഞെരങ്ങിയിട്ടായിരിക്കും ആളുകൾ മെട്രോയിൽ യാത്ര ചെയ്യാറുണ്ടായിരിക്കുക. ഈ സമയത്ത് മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, മറ്റു യാത്രക്കാരുടെ യാത്ര അസൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുന്ന രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കിലും ഫൈൻ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഒരു ദിവസം ഏകദേശം 9 ലക്ഷത്തിലധികം ആളുകളാണ് ദുബായ് മെട്രോ പ്രയോജനപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഗതാഗത സംവിധാനങ്ങളിൽ ഒന്നുകൂടിയാണ് ദുബായ് മെട്രോ. യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യമൊക്കെ ഉറപ്പുവരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് RTA ഇപ്പോൾ ഈ നിർദ്ദേശം നൽകുന്നത്.